എൻജോയ് ഒക്കെ ചെയ്തു. അയാൾക്ക് ഐ മീൻ ചെയ്തു. ഫ്ലൈറ്റ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുക, നമ്മൾ ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ഫ്രണ്ടിൽ തന്നെ ഒരു സ്ക്രീനൊക്കെ ഉണ്ട്. അപ്പോൾ സ്ക്രീനൊക്കെ എല്ലാവരും യൂസ് ചെയ്യണമൊക്കെ കാണും. അപ്പോൾ എൻ്റെ സീറ്റ് എന്ന് വെച്ചാൽ 3 സീറ്റ്. അപ്പോൾ ഞാൻ വിൻഡോ സൈഡിൽ, എൻ്റെ ഏറ്റവും അറ്റത്തെ സൈഡിൽ, അറ്റത്തെ സൈഡിൽ ലാസ്റ്റാണ് ഒരാളിരിക്കുന്നത്. മിഡിൽ സീറ്റ് എംഡിയാണ്. അപ്പോൾ എന്ത് ചെയ്തു, ഞാനിപ്പോൾ സ്ക്രീനിൽ നമ്മൾ എത്ര ദൂരം പോണതോ അങ്ങനെയൊക്കെ കാണാൻ വേണ്ടി പറ്റും. അപ്പം ഞാൻ നോക്കുന്ന സമയത്ത് എനിക്കിത് മനസ്സിലാവണില്ല, ഇത് കുറയണതാണോ കൂടണതാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ എനിക്ക് സമയം ഓർമ്മയില്ല കേട്ടോ, ഞാൻ എപ്പോഴാണ് കയറിയെന്നുള്ളത്. അപ്പം ഞാൻ അവിടുന്ന് കയറി ശരിക്കും ഇവിടുത്തെ 11:30ക്കാണ് ഞാൻ ഇവിടെ എത്തേണ്ടത്. മീൻസ് ഫ്ലൈറ്റ് ഇറങ്ങേണ്ടത്, ലാൻഡ് ചെയ്യേണ്ടത്. പക്ഷെ ഞാൻ വിചാരിച്ചത് അവിടുത്തെ 11:30ക്ക് ഞാൻ ഇവിടെ എത്താം. അപ്പം ഞാൻ നാട്ടിലത്തെ കാൽക്കുലേഷനൊക്കെ വെച്ചിരിക്കുക, ഇനി കുറച്ച് മണിക്കൂറും കൂടി അല്ലേ ഉള്ളൂ, വേഗം എത്തുമല്ലോ എന്നൊക്കെ ഉള്ളത്. അപ്പം ഞാനൊരു മണ്ടി ആയതുകൊണ്ട് ഞാനത് ശ്രദ്ധിച്ചില്ല. അപ്പം എന്ത് ചെയ്തു, ഞാനിങ്ങനെയൊക്കെ പ്രതീക്ഷ ഇങ്ങനെയൊക്കെ ഓക്കെ കുറച്ച് നാപ്പൊക്കെ എടുക്കുകയാണ്, മീൻസ് ഉറങ്ങൊക്കെ ആണെങ്കിൽ വേഗം എത്തുമല്ലോ എന്നൊക്കെ. അപ്പോൾ ഫുഡൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ഫുഡാട്ടോ, അതാണ് ഫസ്റ്റ് പറ്റിയ വേണ്ടത്. ആദ്യത്തെ ഫുഡ് വരുമ്പോൾ എന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്കറിയില്ല ഇത് എവിടെയാണ് വെക്കേണ്ടതെന്നില്ല. അപ്പം എൻ്റെ ഞാൻ വിചാരിച്ചു അപ്പം കൈ പിടിച്ചായിരിക്കും കഴിക്കേണ്ടി വരുമെന്ന് വിചാരിച്ചു. ഞാൻ വിചാരിച്ചു ഇതിപ്പോൾ എവിടെയാണ് വെക്കുക, എനിക്ക് മനസ്സിലാവണില്ലല്ലോ. അപ്പോൾ എന്താ വേണ്ടതെന്നൊക്കെ ചോദിച്ചു. ഞാൻ എന്താ വേണ്ടതെന്നൊക്കെ പറഞ്ഞു. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്തു, എൻ്റെ സൈഡിലിരിക്കുന്ന ആൾ എന്താണോ ചെയ്തത് അത് തന്നെയാണ് ഞാനും ചെയ്തത്. കാരണം അയാളിപ്പോൾ എന്തെങ്കിലും മറ്റേ വെട്ടത്തിലെ സീനായിരുന്നു ആ സമയത്ത് എനിക്ക് തോന്നിയത്. കാരണം അയാൾ ടേബിള് മറ്റേ തിരിച്ച് ടേൺ ചെയ്ത് താഴേക്കാക്കുമ്പോൾ ഞാൻ ഓക്കെ കിട്ടി. എന്നിട്ട് എങ്ങനെയാണോ ആൾ തിരിച്ച് വെച്ചത് അതുപോലെ തന്നെയായിരുന്നു. ആൾക്ക് എന്തെങ്കിലും തോന്നിയത് എനിക്കല്ല, എനിക്ക് തോന്നുന്നു ഒരു പഞ്ചാബി സിഖ് എന്തോ ആയിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു, ആൾ ചെയ്ത പോലെ ഞാൻ ചെയ്തു. അപ്പോൾ എനിക്ക് കുഴപ്പമില്ലാണ്ടായി. അപ്പോൾ അതിന് ശേഷം ഭക്ഷണം കഴിച്ച് ഞാൻ കുറച്ച് ഉറക്കമൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, നല്ല ക്ലൈമറ്റൊക്കെ അടിപൊളിയായിരുന്നു. ഞാൻ വന്ന സമയത്ത് അവിടുന്ന് സമ്മറിൽ നിന്ന് ഇങ്ങോട്ടേക്കും കയറുന്നത്. അപ്പോൾ ഇവിടെ അടിപൊളി ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ, അപ്പോൾ നല്ല മേഘങ്ങളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഞാൻ വിചാരിച്ചു കുറേ മണിക്കൂറൊക്കെ കഴിഞ്ഞു. ഞാൻ വിചാരിച്ചു ഇതെന്താ എത്താത്തത്. അപ്പോൾ ഞാനിങ്ങനെ പ്രതീക്ഷിക്കുക ഇനി 1 മണിക്കൂറും കൂടി ഇരുന്നിരുന്ന് മടുത്തു. അപ്പോൾ 1 മണിക്കൂറും കൂടി അല്ലേ ഉള്ളൂ, അപ്പോൾ വേഗം എത്തുമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ അങ്ങനെ പറ്റില്ലല്ലോ. ഞാനിങ്ങനെ വിചാരിച്ചു എന്താ പറ്റാത്ത, 1 മണിക്കൂറൊക്കെ കഴിഞ്ഞു എന്നിട്ട് എത്തുന്നില്ല. പിന്നെ ഞാൻ വെറുതെ സ്ക്രീനിൽ മര്യാദയ്ക്കൊന്ന് വായിച്ച് നോക്കിയ സമയത്താണ് എനിക്ക് മനസ്സിലായത് ഇനിയും 10 മണിക്കൂർ എന്തോ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഏകദേശം ഡിസപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ ഉറക്കം ഭക്ഷണം അതൊക്കെ. പിന്നെ ഞാൻ കഴിച്ച രണ്ടാമത്തെ മണ്ടത്തരം എന്താണെന്ന് അറിയാം. മണ്ടത്തരങ്ങൾ കുറേ സംഭവിച്ചിട്ടുണ്ട്. രണ്ടാമത്തേതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഫ്ലൈറ്റിൽ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഭയങ്കര സൗണ്ടാണ് ഫ്ലഷ് ചെയ്യുമ്പം, അതുകൊണ്ട് സൂക്ഷിക്കണമില്ല, പേടിക്കുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമുക്കെന്തിനാ വേണ്ടാത്ത പണിയെന്ന്